നമുക്കിന്നൊരു അടിപൊളി മുരിങ്ങക്കായയുടെ തോരൻ ഉണ്ടാക്കിയാലോ. ഇപ്പം എല്ലാവിടെയും നിറയെ മുരിങ്ങക്കായൊക്കെ കിട്ടുന്നുണ്ടല്ലോ. നമുക്ക് സാമ്പാറും കറിയും ഒക്കെ വെച്ച് മടുത്തില്ലേ. നമുക്കിന്ന് ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ആദ്യം മുരിങ്ങക്കായ നന്നായി ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്ത് വെച്ച മുരിങ്ങക്കായയിലോട്ട് ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. മുരിങ്ങക്കായ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ടുള്ള മസാല തയ്യാറാക്കാം. കുറച്ച് ചെറിയുള്ളി, 2 വെളുത്തുള്ളി, ഒരു 5-6 കപ്പൽമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുത്ത ശേഷം അതിലോട്ടൊരു 1/4 കപ്പ് തേങ്ങ കൂടി ഇട്ട് നന്നായി ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. മുരിങ്ങക്കായ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് അതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ വഴറ്റി കൊടുക്കാം. നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമായ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മുരിങ്ങക്കായയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. മസാലയെല്ലാം നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങക്കായ വേവിച്ചത് അതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാനൊരു ചെറിയൊരു പൊടിക്കൈ കൂടെ ചേർക്കാൻ പോവുകയാണ്. ഇത് അരി വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. അതും കൂടെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ അടിപൊളി മുരിങ്ങക്കായ തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു